ഈ പയ്യന് എങ്ങനെ ബന്ധമൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ലത്തീഫ്, മരിച്ച ലത്തീഫ്, ഷാഹിദ ദമ്പതികൾ എല്ലാവരുമായിട്ട് നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധവും നല്ല റിലേഷനും, ഏറ്റവും കൂടുതൽ അതായത് ഒരു പ്രശ്നമൊന്നുമില്ലാത്ത നല്ല മനുഷ്യരായിരുന്നു. എല്ലാവരുമായിട്ട് നല്ല സഹകരണമുള്ള ആൾക്കാർ. ഇവരുടെ മക്കള് 2 പേരുണ്ട്. കല്യാണം കഴിച്ച 2 സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആണോ? ഒരാളെ കല്യാണം കഴിച്ചേക്കണം പനൂര്, ഒരാള് വെമ്പായി. അങ്ങനെ താമസിക്കുന്നത്. ഇപ്പം ഇൻക്വസ്റ്റ് നടപടികളിലൊക്കെ ഇൻക്വസ്റ്റ് നടപടി ഇനിയിപ്പോൾ നാളെ രാവിലെ ബോഡി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം വീട് ലോക്കാണ്. അവിടെ ബാക്കിയുള്ള റിപ്പോർട്ടെല്ലാം പോലീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ദുരന്തം, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. നാടിനെ നടുക്കിയൊരു സംഭവമായിപ്പോയി. നമ്മളെല്ലാവരും എല്ലാവരും ഷോക്കായിപ്പോയി. ഈ പ്രതിയെ പറ്റി അറിയാമോ? അവനെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ അവൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അങ്ങനെ നമുക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല. പുള്ളി സജീവമായി ഇടപെടുന്ന ആളാണ്. ആരാണ് ഈ മരിച്ച ലത്തീഫോ? മരിച്ച ലത്തീഫ് നമ്മുടെ പള്ളിയുമായിട്ടൊക്കെ സജീവമായിട്ട് ഇടപെടുകയും നാട്ടുകാരുമായിട്ട് നന്നായിട്ട് സഹകരിക്കുകയും ചെയ്യുന്ന നല്ല ആൾക്കാരാണ് ഷാഹിദായും ലത്തീഫും. പ്രതി ഇവിടെ വന്ന് കൊലപാതകം നടത്തിയെന്നാണ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ആരെങ്കിലും കണ്ടതായി? ഇല്ല, ആരും ഒന്നും കണ്ടിട്ടില്ല. പോലീസ് വന്ന് അയൽവക്കത്ത് നിന്ന് ലൈറ്റ് മേടിച്ച് ഇവിടെ വന്ന് അടിച്ച് നോക്കി അകത്ത് കയറിയപ്പോൾ മാത്രമാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും അറിയുന്നത്. അല്ല, പോലീസ് വന്ന് കണ്ടതിന് ശേഷം മാത്രമാണ്, അവർ പറഞ്ഞതിന് ശേഷം മാത്രമാണ് അറിയുന്നത്. അല്ലാതെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.